ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് ഇടുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ വന്നു, ഇന്നലെ വന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെയുള്ള ചെറിയ ചെറിയ നിമിഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ പിന്നെ എനിക്ക് കുക്കിങ് അങ്ങനെയുള്ള വലിയ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഈ ക്ലീനിങ് പിന്നെ ഹെൽപ്പൊക്കെ ചെയ്താൽ മതി. പിന്നെ ഉമ്മ ഇല്ലാത്ത ദിവസമാണ് ഞാൻ കുക്ക് ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ ഇന്നിവിടെ കാപ്പിക്ക് അപ്പവും കിഴങ്ങറിയായിരുന്നു. അപ്പം ഉമ്മക്കും വാപ്പക്കും ഒക്കെ അപ്പം ചുട്ട് കൊടുത്തു. കിഴങ്ങറി ഓൾറെഡി ഉമ്മ വെച്ചിട്ട് പോയതാട്ടോ അടുപ്പിൽ. പിന്നെ ഞാനത് വീഡിയോയ്ക്ക് വേണ്ടി കാണിച്ചതാണ്. അപ്പം അവർക്ക് രണ്ടുപേർക്കും കൊടുത്തു. പിന്നെ ഇച്ചിരി ടാസ്ക്കാണ് കഴിക്കാനൊക്കെ. പിന്നെ ഞാൻ വെച്ച് കൊടുത്തു. പിന്നെ ഇന്നിവിടെ ഒരു ദ്വാരപ്പുണ്ട് കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ട് ഉമ്മച്ചാമ്മയായിരുന്നു ഇത്. അവരൊക്കെ രാവിലെ വന്നായിരുന്നു. ഉമ്മച്ചാമ്മ ഉപ്പായും ഉണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഉള്ളി അരിയും. അപ്പോൾ ഇനാറ് വന്നിട്ട് അവിടെ നിന്ന് എന്തോ ഒന്ന് പറഞ്ഞിട്ട് പോകും ഉമ്മച്ചാമ്മയായിട്ട്. കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴുകി വെച്ചു. അതിന് ശേഷം പിന്നെ കറി വെക്കണമായിരുന്നു കേട്ടോ. നമ്മൾ ജോലി ഒതുക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ച് കറി വെക്കുവാണേ. അപ്പോൾ 2 തരം കറിയുണ്ട്. ഇപ്പോൾ ഇത് കോഴിക്കറി തന്നെയാണ്, പൊരിച്ച് വെച്ചാണ്, നോർമൽ കോഴി. പിന്നീട് പൊറോട്ട അടിക്കാമെന്ന് വിചാരിച്ചു. വാപ്പാണ് പൊറോട്ട അടിക്കുന്നത്. അത്യാവശ്യം വാപ്പയ്ക്ക് ഇടാനറിയാവേ പൊറോട്ട. അത് കാര്യങ്ങൾ പറഞ്ഞു തരണോ? ഇതിനകത്ത് മൈദയുണ്ട്, മുട്ടയുണ്ട്, ഉപ്പുവെള്ളം ആട്ടോ തളിച്ചത്. ഉപ്പുവെള്ളം കുഴച്ച് നല്ലോണം പേഞ്ഞ് വെക്കുകയോ കുറച്ച് മണിക്കൂറോളം പേഞ്ഞ് വെച്ചാൽ അത് കുളിച്ചിറങ്ങത്തുള്ളൂ. നല്ലപോലെ പേയണം കേട്ടോ. പേഞ്ഞതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ 2 തരം കറിയുണ്ട്. ഒന്ന് നാടൻ കറിയും ഒന്ന് നോർമൽ കോഴിയുടെ കറിയാണ്. അപ്പോൾ നാടൻ കറിയാണ് ഇച്ചിരി വേവുണ്ടാണ്ട് കുക്കറി വേവിച്ച് ഇറച്ചിയിട്ടത് കേട്ടോ. അതൊന്ന്. പിന്നെ അങ്ങനെ കറികൾ രണ്ടും സെറ്റായി. അടുക്കളയിൽ ഇനി പൊറോട്ട മാത്രം വെച്ചാൽ മതി. ബാക്കി ജോലിയൊക്കെ ഒതുങ്ങി കേട്ടോ. ഉച്ചക്കത്തേക്ക് വേണ്ടിയുള്ള കറിയും ചോറുമൊക്കെ ഓൾറെഡി വെച്ചു. അപ്പോൾ ഇത് വേസ്റ്റ് തട്ടുന്ന ഒരു ഇതാണ്, എന്തോ അതിന് പറയുക, തൊടിയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ തൂക്കാൻ ഇറങ്ങി. ഇനാറായിട്ട് ഇച്ചിരി ടാസ്ക് തൂക്കുന്നത്. എനിക്കാണെങ്കിൽ ഇഷ്ടമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അപ്പോൾ ഞാൻ തൂക്കുമ്പോൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അങ്ങനെ തൂത്ത് വൃത്തിയാക്കി. തൂത്തിന് ശേഷം പിന്നെ അവിടെ തുടയ്ക്കണമായിരുന്നു. അങ്ങനെ എല്ലാം തുടച്ച് ക്ലീനാക്കിയതിന് ശേഷം കുളിക്കാൻ വേണ്ടി കയറി. ആദ്യം ഇനാറെ കുളിപ്പിച്ചിറക്കിയതിന് ശേഷം പിന്നെ ഞാൻ കുളിക്കുന്നത് കേട്ടോ. ആദ്യം അവളെ ഒന്ന് സെറ്റാക്കും. കുളിച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല സുന്ദരിയാക്കി വിടും കേട്ടോ. ഇത് പിന്നെ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം 2-3 മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് എടുക്കുന്നത്. ഇനിയും ആ ഫുള്ളിങ്ങനെ റോളാക്കി വെക്കുകയും അങ്ങനെ ഉള്ളിലേക്ക് എടുത്തിട്ടാണ് ഒരു ബോൾ പോലെ ഇങ്ങനെ റോളാക്കി വെക്കും. അങ്ങനെ ആക്കി വെച്ച എല്ലാ മാവിലേക്കും എണ്ണ ഇങ്ങനെ ഒന്നും കൂടി പിടിച്ചിട്ട് പിന്നെ ഇത് ഇണക്ക് സെറ്റാക്കാൻ കുറച്ച് നേരം കൂടി വെക്കുന്നു. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ വീശി അടിക്കണം കേട്ടോ. വീശി അടിച്ചതിന് ശേഷം ഇതേപോലെ 2ആക്കി മുറിച്ച് ഒരു മാവെടുത്ത് ഇങ്ങനെ വട്ടത്തിലിങ്ങനെ ചുറ്റി വെക്കുകയും അതിനെ കുറച്ച് നേരം ഇതെല്ലാം ഇങ്ങനെ ചുറ്റിയെടുത്തതിന് ശേഷം അടിച്ച് പരത്തി എടുക്കും കേട്ടോ. അടിച്ച് പരത്തി നല്ല ചൂടുള്ള കല്ലിലേക്ക് എടുത്തിടുകയും അങ്ങനെ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് പൊരിച്ചത് അത്രയും ചൂടോടെ തന്നെ നല്ലോണം അടിച്ചെടുക്കണം കേട്ടോ. നല്ലോണം ഇതേപോലെ അടിച്ച് മാറ്റണേ. ഇതെൻ്റെ കൊച്ചാട്ടോ. കൊച്ചെവിടെ പോകാൻ ഇറങ്ങിയപ്പോൾ അവളും കൂടെ ഇറങ്ങിയതാണ്. പിന്നെ നോക്കാൻ നേരത്ത് മഴ പെയ്തെങ്കിലും ചെടിയൊക്കെ വാടി നിൽക്കുന്നു. അങ്ങനെ പിന്നെ വെള്ളം ഒഴിച്ചതാണ്. ചെറിയൊരു മഴ പെയ്തോളൂ. പിന്നെ വെള്ളം ഒഴിക്കാൻ നേരത്ത് ഇനാറ വന്നിട്ട് അവൾക്ക് ഒഴിക്കണമെന്നും പറഞ്ഞ് അവിടെ വാശി കാണിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഒഴിക്കട്ടെന്ന്. ഒഴിക്കാനല്ല, ഇത് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എൻ്റെ ഇത് വാങ്ങിച്ചത്. പിന്നെ അത്രയും ഭാഗം ഒന്ന് ഒഴിക്കാൻ വേണ്ടി കൊടുത്ത്. പിന്നെ സന്ധ്യയായപ്പോൾ മാമായും മാമിമാരും ഒക്കെ വന്നു കേട്ടോ. പിന്നെ ഇനാറ് അവരൊക്കെ ആയിട്ട് ഇന്ന് കളിക്കുവാണ്. ഇന്നിവിടെ ഒരു ദ്വാരപ്പുണ്ടായിരുന്നു. അങ്ങനെ ആ ദ്വാരപ്പൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഫുഡ് കഴിക്കുവാണ്. ഫുഡ് കഴിച്ചതിന് ശേഷം എല്ലാവരും പിന്നെ പോയി. ഇതെൻ്റെ കുഞ്ഞുമായും കൊച്ചായും കേട്ടോ. ഇവർ കായംകുളത്താണ് വീട്. അപ്പോൾ ഇവർ കുറച്ചും കൂടി നേരത്തെ ഇറങ്ങി. ഇവരെല്ലാവരും എന്താ ഇങ്ങനെ ടാറ്റ കാണിക്കുന്നതെന്ന് അറിയാം. ഞാൻ പറഞ്ഞ് വീഡിയോ എടുക്കുക, ടാറ്റ താന്ന് പറഞ്ഞതിനാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ പോസ് ചെയ്ത് ടാറ്റയൊക്കെ തരുന്നത്. ഇത് മാമന്മാരാട്ടോ. ഇത് 2 മാമന്മാരുടെ ഫാമിലിമാരാണ്. പിന്നെ ഇവരെല്ലാം പോയതിനു ശേഷം ഒരു വലിയ ചടങ്ങാണല്ലോ നമുക്ക് പാത്രം കഴുകുന്നത്. അപ്പോൾ എല്ലാവരും പോയതിനു ശേഷം പിന്നെ പാത്രമൊക്കെ കഴുകി ക്ലീൻ ചെയ്യണമായിരുന്നു കേട്ടോ.
എല്ലാം ഇങ്ങനെ ഒതുക്കി പറക്കി വെച്ചു. കുറച്ചധികം തന്നെ പാത്രങ്ങളുണ്ടായിരുന്നു. എല്ലാം പിന്നെ കഴുകി വെക്കേണ്ട സ്ഥാനത്തൊക്കെ എല്ലാം വെള്ളം പോയതിന് ശേഷം എല്ലാം പറക്കി വാരി വെച്ച്, ഇല്ലെങ്കിൽ രാവിലെ ആകുമ്പോൾ ഭയങ്കര പാടായിരിക്കും. പിന്നെ എല്ലാം സെറ്റാക്കിയതിന് ശേഷം തൂത്തു. എന്നും രാത്രി ഇതൊരു പതിവുള്ള കാര്യമല്ല. ഇവിടെ അങ്ങനെ ആരുമില്ല. ഇനാറുണ്ടെങ്കിൽ പിന്നെയും തൂക്കേണ്ട വരുന്നത്, ഇല്ലെങ്കിൽ അങ്ങനെ രാത്രി തൂക്കലൊന്നുമില്ല കേട്ടോ. പിന്നെ ഇന്ന് ഇത്രയും അഴുക്കൊക്കെ ആയതുകൊണ്ട് തൂത്ത് തുളച്ച് പിന്നെ കിടക്കുന്നതിന് മുമ്പായിട്ട് പുറം കഴുകാനായിട്ട് കയറ്റി കേട്ടോ. അവൾ ആകെ ക്ഷീണിച്ച്, അതാണ് എൻ്റെ തോളെ കിടക്കുന്നത്. ആൾക്ക് ഉറക്കം വരുന്നു. അങ്ങനെ പിന്നെ അവളെന്നെ സെറ്റാക്കി എടുത്തേ. പിന്നെ അവൾ കിടന്ന് ഉറങ്ങിയ കേട്ടോ. ഉറങ്ങിയതിന് ശേഷം ഞാൻ പിന്നെ ഇക്കായെ വിളിക്കുന്നത്, ഇല്ലെങ്കിൽ ഇനാറ് ഭയങ്കര പാടായിരിക്കും ഉറങ്ങാൻ. എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.